നമുക്കൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബട്ടർഫ്ലൈനെ വരച്ച് പെയിൻറ്റ് ചെയ്താലോ? ഇത് നയനക്കുട്ടിയുടെ സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. ഒരു A4 ഷീറ്റിൻ്റെ നാലിലൊരു ഭാഗത്ത് വരയ്ക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യം അതിൻ്റെ സെൻറ്ററായിട്ട് വരുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ലൈൻ വരച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഡബ്ല്യുവിൻ്റെ സെൻറ്റർ വരുന്ന പോലെ ഒരു ഡബ്ല്യുവും കൂടി വരച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് ആ ഡബ്ല്യുവിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ ബട്ടർഫ്ലൈനെ വരച്ചു കൊടുത്തത്. എന്നിട്ടൊരു ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് ആ ബട്ടർഫ്ലൈയുടെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ബട്ടർഫ്ലൈയുടെ ബോഡിയും പിന്നെ ഒരു കുഞ്ഞി തലയും 2 കുഞ്ഞു കൊമ്പുകളും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എക്സ്ട്രാ ഉള്ള പെൻസിലിൻ്റെ മാർക്കൊക്കെ നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർഫ്ലൈനെ നമ്മൾ പെയിൻറ്റ് ചെയ്യണതേ ബ്രഷ് വെച്ചിട്ടല്ല കേട്ടോ, പകരം വെജിറ്റബിൾസ് വെച്ചിട്ടാണ്. വെജിറ്റബിൾ പ്രിൻറ്റിങ് മെത്തേഡ് വെച്ചിട്ടാണ് ഇത് പെയിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഒരു കുഞ്ഞു വെണ്ടയ്ക്കും ഒരു കഷ്ണം ബീൻസും പിന്നെ ഒരു കുഞ്ഞുള്ളിയും മാത്രമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പച്ചക്കറിയിൽ പെയിൻറ്റ് ചെയ്യാൻ പറ്റിയത് ഇത് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് അത് മാത്രം എടുത്തത്. ഞാൻ ആദ്യം ആ വെണ്ടയ്ക്കയുടെ കഷ്ണം എടുത്തിട്ട് ഓറഞ്ച് പെയിൻറ്റിൽ മുക്കി, എന്നിട്ട് ആ ബട്ടർഫ്ലൈയുടെ 4 സൈഡിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നോക്കി. അപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ബീൻസ് മെറൂൺ കളറിൽ മുക്കി, അതുപോലെ കുഞ്ഞുള്ളി യെല്ലോ കളറിൽ മുക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. എങ്ങനെ ഏത് ഡിസൈനിൽ വേണമെന്നൊന്നും ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് തോന്നിയ പോലെ ഞാനൊന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തു എന്ന് മാത്രം. സ്കൂളിൽ നിന്ന് അയച്ചു തന്ന റെഫറൻസ് പിക്ക് ഇതായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ബട്ടർഫ്ലൈനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാൻ മറക്കരുതേ. അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ. അപ്പോൾ ഓക്കെ, ബൈ.